ഹലോ ഫ്രണ്ട്സ്, ഇമ്മല കപ്പിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നിച്ചു താഴേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ഡോറ് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഓഫ് ഡേയ്സിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കറക്റ്റ് അളവെടുത്ത് നമ്മൾ ഈ വുഡ് കട്ട് ചെയ്യണം ഇത് വെച്ചിട്ട് അത് കട്ട് ചെയ്തു. പിന്നെ ഹിഞ്ചസ് പിടിച്ച് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് അത് കഴിഞ്ഞ് ആ ഹിഞ്ചസ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലാമ്പ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ തുളച്ചെടുത്തു. നമുക്ക് വർക്ക്ഷോപ്പുകളുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ ആ ക്ലാമ്പ് ജസ്റ്റ് നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ടൊന്ന് മോഡിഫൈ ഒക്കെ ചെയ്ത് ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹിഞ്ചസിൽ തുളിയിട്ടിട്ട് അതിലോട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു ബോൾട്ട് ഉണ്ട്. അത് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഇതാണ് ആ ബോൾട്ട്. ആ ബോൾട്ടിൻ്റെ ഒരു തല ആവശ്യം നീളത്തിന് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ആ ഹോളിലേക്ക് ഇട്ടിട്ട് ടാക്ക് അടിച്ചു. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും. പിന്നെ നമുക്ക് അത് വിട്ടുപോകുന്നുള്ളൊരു ടെൻഷൻ വേണ്ട. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ടാക്ക് അടിച്ച് കറക്റ്റ് അളവൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ആ നമ്മളുണ്ടാക്കിയ ക്ലാമ്പിൻ്റെ ആ സെറ്റപ്പൊക്കെ അതിൽ വെച്ച് നോക്കി കറക്റ്റാണ്. ബാക്കിൽ നിന്ന് ഫുൾ വെൽഡിങ് ചെയ്തു. ഫുൾ വെൽഡിങ്ങൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അത് അളവ് നോക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ച് നോക്കിയായിരുന്നു. നമ്മൾ പിടിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഇടയ്ക്കൊക്കെ ഓരോ പരിപാടികളുണ്ടാവും നമുക്ക്. എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീല് സെറ്റ് ചെയ്യണം ആ സൈഡിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട്. നമ്മുടെ ആ കണ്ട കാർഡ്ബോർഡ് അല്ല, അത് പ്ലൈവുഡ് നല്ല വെയിറ്റ് ഉണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് കേട്ടോ. അങ്ങനെ വെക്കും നമ്മൾ. അങ്ങനെ വെച്ച് കറക്റ്റ് അതിലേക്ക് ആ ബോൾട്ട് കയറി ആ ക്ലാമ്പിലേക്ക് നിന്ന് നെട്ടിട്ട് ടൈറ്റ് ചെയ്തു. താഴെയും അതേപോലെ തന്നെ ചെയ്തു. അല്ലെങ്കിൽ നിച്ചൂസ് ഇതിൽ കൂടെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കും. കറക്റ്റായിട്ട് അത് ടൈറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ ആ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പ്ലൈവുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്ലൈവുഡ് എടുത്ത് അവിടെ വെച്ച് പതുക്കെ അളവെടുത്ത് കട്ട് ചെയ്ത് അതിൽ പിടിപ്പിച്ചു. നിച്ചു